ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെ തിക്ക് ഹെയർ ചലഞ്ചിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയി കരുതുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ പ്ലേലിസ്റ്റിലുണ്ട്. ഇനി ആദ്യമായിട്ട് ആരെയും കാണുന്ന ആളുകളാണെങ്കിൽ നമ്മളെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ പ്ലേലിസ്റ്റിന് ലിങ്ക് കൊടുക്കാം. നിങ്ങൾ അത് കയറി കണ്ടു നോക്കുക. ഇത് കറക്റ്റ് ആയിട്ട് കണ്ടിട്ട് വേണം നമ്മൾ ഈ ഒരു പാക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെയും പറയാണ്, ഓരോ ഹെയർ ഏത് ടൈപ്പ് നിങ്ങളെ സ്കാൽപ്പും ഡാൻഡ്രഫിന്റെ ഒക്കെ ഒരു ലെവൽ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു പാക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതിന് മുന്നേ നമ്മളെ ചാനലിക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കുക. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്കാൽപ്പിൽ ഇറിറ്റേഷൻ ചൊറിച്ചിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അതേപോലെ ഭയങ്കര ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുക, സ്കാൽപ്പ് നല്ല ഡ്രൈ ആണ്, അങ്ങനത്തെ രീതിയിലുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡ്രൈ സ്കാൽപ്പ് ആണ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഒരം പോലെ ഫീൽ ചെയ്യുന്ന സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുറച്ച് ഈ ഒരു ഹെയർ ആണെങ്കിലും നിങ്ങളെ സ്കാൽപ്പ് കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ഓയിലി ടെക്സ്ചർ പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഓവർ ഓയിൽ ഒന്നും അപ്ലൈ ചെയ്യണ്ട. എന്ത് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഞാൻ അത് ഡ്രൈ ആവോ അല്ലെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവോ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങളെ ഹെയർ ഏത് ടൈപ്പ് അനുസരിച്ചിട്ട് അതിനനുസരിച്ച് വേണം ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു പാക്ക് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് എളുപ്പ റിസൾട്ട് കിട്ടാൻ ഒരു 4-5 മാസം കാലം നിൽക്കാതെ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുറച്ചും കൂടി എഫക്റ്റീവ് ആയി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഏതായാലും ആയിക്കോട്ടെ, കാച്ചിയ എണ്ണയോ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ വേറെ എന്ത് ടൈപ്പ് ആണെങ്കിലും. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി സാധാ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കാം. കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാം. അതായത് നമ്മൾ ഒരു കൈനെ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ഇതില്ല, നമ്മൾ വെളിച്ചെണ്ണയിൽ കൈ കുത്തി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ കിട്ടില്ലേ, അതെടുക്കുക. അതെടുത്തിട്ട് നമ്മൾ ഈ ഒരു 3 വിരലിലേക്ക്, ഇവിടെ ഈ ഫ്രണ്ടിലുള്ള 3 4 വിരലിലേക്ക് ഇങ്ങനെ ആക്കി ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഉള്ളിൽ കൂടെ നമ്മുടെ മുടി കൂടെ എടുത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടേക്ക് ആയിട്ട് കുറച്ചായിട്ടുണ്ടാവും. എന്നിട്ട് ജസ്റ്റ് നല്ല രീതിയിൽ മസാജ് എടുക്കുക. അതായത് ഒലിച്ചിറങ്ങുന്ന പോലെ ആകുക. അതൊന്ന് നൈറ്റ് ചെയ്യുന്നതാണ്, മുഖത്തേക്ക് ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക, എന്ന് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമുക്ക് വിറ്റാമിൻ ഇന്റെ ക്യാപ്സ്യൂൾ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങി വെക്കുക. അത് എടുത്തിട്ട് എന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒരൊറ്റ ക്യാപ്സ്യൂൾ എടുക്കുക, ജസ്റ്റ് പൊട്ടിക്കുക. അതിന്റെ ഒരു പകുതി മാത്രം, അതായത് ഒരു ക്യാപ്സ്യൂൾ അത്യാവശ്യം കുറച്ചുണ്ടാവില്ല, അതിന്റെ ഒരു പകുതി മാത്രം എടുത്തിട്ട് നമ്മുടെ 2 കൈയിൽ ഇങ്ങനെ ആക്കിയിട്ട് മുടിയിൽ ഇങ്ങനെ അങ്ങോട്ട് ഊർന്ന് തേച്ച് കൊടുക്കുക. ഇതേപോലെ ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഈ സ്പ്ലിറ്റ്നസ് അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ടും രാവിലെ ഒരു സെറ്റ് ആയിട്ട് ഹെയർ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് പിന്നെ മുഖത്തേക്ക് ഇറങ്ങി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ ആ കൈ നിങ്ങൾ തേച്ച കൈ ആണെങ്കിൽ, അത് വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണയാണ് വിറ്റാമിൻ ഇ തേച്ച കൈ ആണെങ്കിൽ അത് വാഷ് ചെയ്തിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. അതായത് കേസ് രാത്രിയൊക്കെ നമ്മൾ മുഖത്തേക്ക് തൊടുമ്പോൾ അത് ഫേസിൽ ചിലപ്പോൾ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഫേസിലേക്ക് ഇറങ്ങി നീരിറങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുന്നത്തെ വീഡിയോ ഞാനൊരു ക്യാപ്പ് ഉപയോഗിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ക്യാപ്പ് വെച്ചിട്ടാണ് ഹെയർ ജസ്റ്റ് കെട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒരു ഒരം ഇല്ലാത്ത തുണി ഉണ്ടാവുമല്ലോ, മുടി പോകാത്ത തുണി, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് റൗണ്ട് ചെയ്ത് കെട്ടാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉലുവയാണ്. ഞാൻ ഇപ്പോൾ 2 സ്പൂൺ അളവിൽ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങേൻ്റെ ഇലയാണ്. ഹോസ്റ്റലേഴ്സ് ഒക്കെ ആണെങ്കിൽ മുരിങ്ങേൻ്റെ ഇലേൻ്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ ഉലുവ പൗഡർ വാങ്ങിക്കാൻ കിട്ടും. ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി. ഇതേപോലെ കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ ടൈം ഒന്നും വേണ്ട കേട്ടോ, ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊന്നും വേണ്ട. ഒരു 3 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് അത് പൊന്തി വരാൻ തുടങ്ങും. എന്നിട്ട് നമ്മളെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ ഇതേപോലെ മുരിങ്ങേൻ്റെ ഇല ഇട്ട് വെച്ചിട്ട് ഒരു 3 മണിക്കൂർ വെക്കാം. പക്ഷെ എന്നാലും മുരിങ്ങേൻ്റെ ഇല ഇങ്ങനെ ചീയോ അങ്ങനത്തെ ഒന്നും വരൂല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആ മിക്സിയിൽ അടിക്കാൻ നേരത്ത് വേണമെങ്കിൽ ഇട്ട് വെച്ചാൽ, ഞാൻ പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ ഇട്ട് വെച്ചതേ ഉള്ളൂ, വേറെ അതൊന്നുമില്ല. ആ ഒരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഉലുവി ഒന്നിങ്ങനെ വീർത്ത് വരും, ഇതേപോലെ ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു തരി പോലും ഇല്ലാത്ത ലെവലിൽ നല്ല രീതിയിൽ മിക്സിയിലിട്ട് അടിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പിഴിഞ്ഞെടുക്കുക, അതൊരു ജ്യൂസ് പോലെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ രീതിയിൽ ചെയ്തായിരിക്കും കുറച്ചും കൂടി നല്ല. പക്ഷെ നമുക്ക് കഴുകിയെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ഹെയർ നല്ല ഡ്രൈയും ഫ്രിസി ആണെങ്കിൽ എന്തായാലും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഹെയറിലേക്ക് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഏത് പാക്ക് കാര്യങ്ങളാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഡ്രൈ ആക്കും, ചിലത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുക. ഈ ഡ്രൈയും ഫ്രിസി ഉള്ള ആളുകളാണ്. സ്കാൽപ്പ് അത്ര ഡ്രൈ അല്ലെങ്കിൽ നിങ്ങൾ അത് ഓവർ ആയിട്ടുള്ള ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ്, എനിക്ക് ഇവിടെ നിങ്ങോട്ട് നല്ല രീതിയിൽ ഡ്രൈ ആവലുണ്ട്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് അപ്ലൈ ചെയ്യല്. അപ്പോൾ നമ്മളെ പാക്കാണിത്. പാക്ക് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തിക്കാവും, ഒരു ജെല്ലി പോലുള്ളതാവും, അല്ല തിക്കുള്ള ഒരു ജെല്ലി ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് വേണം അത് മിക്സ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഇതേപോലെ പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വെച്ചാൽ അത്രയും ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും. ഇതേപോലെയാണ്. അപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഈ രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു മുരിങ്ങയിലേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഷാമ്പു ചെയ്ത ഒരു എഫക്റ്റ് ആണ് ഈ മുരിങ്ങയില തരിക. അതുപോലെ നല്ല രീതിയിൽ നമ്മളെ സ്കാൽപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, താരനൊക്കെ ഉള്ള ആളുകൾക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നാണ് ഈ ഒരു മുരിങ്ങേൻ്റെ ഇല. മുരിങ്ങേൻ്റെ ഇല നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഞാനൊക്കെ ഫസ്റ്റ് ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഉഴുന്ന് ആഡ് ചെയ്തിട്ടാണ്. ഉഴുന്ന് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നല്ല വോളിയം തോന്നും, നമ്മളുള്ള ഹെയർ നല്ല വോളിയത്തിൽ നിൽക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അത് നിങ്ങൾ ഉഴുന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഈ ഉലുവ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഹെയർ ഗ്രോത്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. വോളിയം ആയിട്ട് തോന്നും ചെയ്യും,
ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു 1 hour എങ്കിലും വെക്കാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് എങ്കിലും വെക്കാനുള്ള ശ്രമം നടത്തുക കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പാക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നേരം വെക്കണം. അല്ലാതെ പെട്ടെന്ന് പോയി വാഷ് ചെയ്ത് കളയുന്നതിനെക്കാട്ടും നല്ലതാണ് കുറച്ച് നേരം വെച്ചിട്ട് ചെയ്യുന്നത്. നമ്മൾ എന്ത് പാക്ക് ചെയ്യുകയാണെങ്കിലും കുറച്ച് നേരം ഹെയറിൽ വെക്കാൻ നോക്കുക. നാച്ചുറൽ പാക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിൽ നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റേ മസാജ് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിലേക്ക് കൈ അങ്ങോട്ട് ഇറങ്ങി കിട്ടുക. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു വെയിറ്റ് കൂടുന്ന പോലെ തോന്നും. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്കാൽപ്പിലേക്ക് നല്ല രീതിയിൽ കൈ കൊണ്ടുപോയിട്ട് മസാജ് ചെയ്യാൻ കഴിയൂല. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഹെയറിന്റെ എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് തന്നെ സ്കാൽപ്പിൽ മസാജ് ചെയ്യുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു തിക്കായിട്ട് നമുക്ക് കൈ അങ്ങനെ ഉള്ളോട്ട് കയറാൻ പറ്റാത്ത ഒരു ഭാഗത്തിലേക്ക് ഒരു കട്ടി പോലെ വരും. അപ്പോൾ അതിന്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനങ്ങനെ സ്മെല്ല് കാര്യങ്ങൾ അങ്ങനെ കൂടുതലൊന്നും വരില്ല. എന്താ കാരണം വെച്ചാൽ നമ്മൾ ഒഴിവ് എടുത്തതിനെക്കാളും കൂടുതൽ അളവിൽ നമ്മൾ ഈ ഒരു മുരിങ്ങേന്റെ ഇല എടുക്കുക. ആ രീതിയിലാകുമ്പോൾ നമുക്ക് ആ സ്മെല്ല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു തരിതരി ഉണ്ടാവും. നിങ്ങൾ നല്ല രീതിയിൽ മുടി താഴേക്ക് ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയുക. ഇനി ഷാമ്പു കണ്ടീഷണർ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താളി ഉപയോഗിച്ചിട്ട് കഴുകുക. അല്ലാത്ത രീതിയിൽ ഈ രീതിയിൽ കഴുകി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വൃത്തിയായി കിട്ടും. പിന്നെ അതുപോലെ ആ പൊടി കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ പാക്ക് ചെയ്യുക. നമ്മളെ ചലഞ്ചിന്റെ 3ാമത്തെ വീഡിയോ ആണിത്. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഹെയർ നല്ല രീതിയിൽ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.